സോഷ്യൽ സയൻസിലെ സെക്കൻഡ് ചാപ്റ്റർ മിഡീവൽ ഇന്ത്യ കൾച്ചറൽ മൂവ്മെന്റ്സ് അല്ലേ. ആ ചാപ്റ്ററിൽ ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പം എന്തൊക്കെയാണ് ആ ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടത്, 10 മിനിറ്റ് കൊണ്ട് ഈ ചാപ്റ്റർ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ. യെസ്, അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ചാപ്റ്റർ പഠിക്കാനായിട്ടുള്ള ഭക്തി മൂവ്മെന്റിനെ കുറിച്ചാണ്. എന്താ ഭക്തി മൂവ്മെന്റ്? ഓക്കെ, അപ്പം ഭക്തി മൂവ്മെന്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്താണ് നമ്മൾ പഠിച്ചത്? ഭക്തി മൂവ്മെന്റിലൂടെയാണ് എന്ത് ചെയ്തത്, ജനങ്ങളെ എന്ത് ചെയ്തത്, സാധാരണക്കാരായ ജനങ്ങളിലേക്ക് ഭക്തി കവികൾ അവരുടെ ആശയങ്ങൾ എത്തിച്ചു. ഓക്കെ, ഭക്തി മൂവ്മെന്റ് രണ്ടിടത്തുണ്ടായിരുന്നു. ഭക്തി മൂവ്മെന്റ് ഇൻ സൗത്ത് ഇന്ത്യയും ഭക്തി മൂവ്മെന്റ് ഇൻ നോർത്ത് ഇന്ത്യയും ഉണ്ടായിരുന്നു. ഓക്കെ, ഭക്തി മൂവ്മെന്റ് ദക്ഷിണേന്ത്യയിലും ഉത്തരേന്ത്യയിലും ഉണ്ടായിരുന്നു. സോ ഭക്തി മൂവ്മെന്റ് ഇൻ സൗത്ത് ഇന്ത്യയിൽ എന്താണ് നമ്മൾ പഠിച്ചത്? ഭക്തി മൂവ്മെന്റ് ഇൻ സൗത്ത് ഇന്ത്യയിൽ സൗത്ത് ഇന്ത്യ വരുമ്പോൾ 2 ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് അവിടെ ഉണ്ടായിരുന്നത്. തമിഴ്നാട്ടിലും ഭക്തി മൂവ്മെന്റ് ഏറ്റവും ആദ്യം എമേർജ് ചെയ്തു, അതിനുശേഷം കർണാടകയിലും എമേർജ് ചെയ്തു. ഓക്കെ, ഭക്തി മൂവ്മെന്റ് തമിഴ്നാട്ടിൽ എമേർജ് ചെയ്ത സമയത്ത് 2 ഗ്രൂപ്പ്സ് ഓഫ് ആൾക്കാരാണ് അവിടെ ഉണ്ടായിരുന്നത്. ആൽവാർസ് ആൻഡ് നയനാർസ്. ആരാണ്? ആൽവാർസും നയനാർസും ആണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ആൽവാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണു ഭക്തരായിരുന്നു, നയനാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവഭക്തരായിരുന്നു. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. റൈറ്റ്. ഇനി അതിനുശേഷം ഭക്തി മൂവ്മെന്റ് കർണാടകയിൽ ആരായിരുന്നു ലീഡർ? ബസവണ്ണയായിരുന്നു ലീഡർ. അവർ നടത്തിയ മൂവ്മെന്റ് പേരെന്തായിരുന്നു? വീരശൈവ മൂവ്മെന്റ് എന്നായിരുന്നു. ഓക്കെ, ബസവണ്ണയുടെ നേതൃത്വത്തിൽ എന്ത് നടന്നു? വീരശൈവ മൂവ്മെന്റ് കർണാടകയിൽ നടന്നു. ഓക്കെ, ക്ലിയർ ആയല്ലോ. അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത് നോക്കാൻ പോണ ഭക്തി മൂവ്മെന്റ് ഇൻ നോർത്ത് ഇന്ത്യ ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഭക്തി മൂവ്മെന്റ് ഇൻ നോർത്ത് ഇന്ത്യയിൽ കബീറും ഗുരുനാനക്ക് 2 പേരാണ് ഉണ്ടായിരുന്നത്. ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? കബീർ ആൻഡ് ഗുരുനാനക്ക്. ഓക്കെ, അപ്പൊ ഇവരുടെ ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇവർ പറഞ്ഞ ഹിന്ദുസ് ആയിക്കോട്ടെ മുസ്ലിം മതപ്പെട്ടവരായിക്കോട്ടെ എന്താണ്, അവർ ബ്രദേഴ്സ് ആണ്, പരസ്പര സ്നേഹത്തിൽ കഴിയണം. ഇവർ എന്തിനെതിരായിരുന്നു? റിലീജിയസ് റിച്വൽസിനെതിരായിരുന്നു. പകരം എന്ത് ചെയ്യണം? മനുഷ്യന്റെ പ്രവൃത്തിയാണ് നല്ലത്. എല്ലാവരെയും തുല്യരായിട്ട് കാണണം. ഓക്കെ, അല്ലാതെ മതപരമായ ചടങ്ങുകളിലല്ല കാര്യം, പകരം മനുഷ്യരെ എല്ലാം സ്നേഹത്തോടെ തുല്യരായിട്ട് കാണാൻ സാധിക്കണം. ഇതായിരുന്നു ആര് പറഞ്ഞത്? കബീറും ഗുരുനാനാക്കിന്റെയും ആശയങ്ങൾ. ഓക്കെ, അപ്പൊ ഓർത്തിരിക്കാലോ. അപ്പൊ കബീർ ആൻഡ് ഗുരുനാനക്ക്, ഓക്കെ, അവരുടെ കാര്യങ്ങളാണ് ഭക്തി മൂവ്മെന്റ് നോർത്ത് ഇന്ത്യയിൽ വരുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട 2 പ്രധാനപ്പെട്ട ആളുകൾ. ഓക്കെ, നൗ അതിനുശേഷം നമ്മൾ പഠിച്ച ഭക്തി മൂവ്മെന്റ് ആൻഡ് ലേഡീസ്. ഓക്കെ, ഭക്തി മൂവ്മെന്റിൽ ഉണ്ടായിരുന്ന സ്ത്രീകളുടെ കാര്യമാണ്. 4 പേരുടെ പേരാണ് അവിടെ ഓർത്തിരിക്കുന്നത്. മീരാബായി, കാരക്കാൽ അമ്മയാർ, ആണ്ടാൽ ആൻഡ് അക്ക മഹാദേവി. ആരൊക്കെയാണ്? മീരാബായി, കാരക്കാൽ അമ്മയാർ, ആണ്ടാൽ ആൻഡ് അക്ക മഹാദേവി. ഇങ്ങനെയുള്ള 4 പേരാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ഈ 4 പേരുണ്ടായിരുന്നതിൽ മീരാബായിയുടെ ഏതായിരുന്നു? മീരാബായിയുടെ രചനയായിരുന്നു കൃഷ്ണ ഭജന, കൃഷ്ണഭക്തി ആയിരുന്നു അല്ലെ. അപ്പൊ ഏതായിരുന്നു രചന? കൃഷ്ണ ഭജന. ദെൻ കാരക്കാൽ അമ്മയാർ ആൻഡ് ആണ്ടാൽ, ഇവർ രണ്ടും എവിടെ നിന്ന്? തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തി പോയിറ്റ്സ് ആയിരുന്നു. ഓക്കെ, തമിഴ്നാട്ടിൽ നിന്നുള്ളവരായിരുന്നു. അക്ക മഹാദേവിയോ കർണാടകയിലെ വീരശൈവ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട്. ഓക്കെ, കർണാടകയിലെ വീരശൈവ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട ആളാണ്. ഓക്കെ, വീരശൈവ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട ആളാണ് അക്ക മഹാദേവി. ഓക്കെ, മീരാബായി കൃഷ്ണ ഭജന, കാരക്കാൽ അമ്മയാർ ആണ്ടാൽ തമിഴ്നാടു, അക്ക മഹാദേവി വീരശൈവ മൂവ്മെന്റ്. ഓക്കെ, ദെൻ ലാസ്റ്റ് നമ്മൾ പഠിച്ചത് സൂഫി പ്രസ്ഥാനത്തെ കുറിച്ചാണ്. സൂഫി പ്രസ്ഥാനം ആത്മീയ ജീവിതത്തെ കുറിച്ചുമാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, യെസ്, അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് 4 ചോദ്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് പ്രതീക്ഷിക്കാം. എന്താണ്? സൂഫി ഗുരുവിന്റെ പേര്, സൂഫി ഗുരുവിന്റെ നൽകിയ ആ സൂഫി ഗുരുവിന്റെ പേരെന്താ നമ്മൾ വിളിച്ചത്? പീർ അല്ലെങ്കിൽ ഷെയ്ഖ് എന്നാണ് വിളിച്ചത്. എന്താണ് വിളിച്ചത്? പീർ അല്ലെങ്കിൽ ഷെയ്ഖ് എന്നാണ് വിളിച്ചത്. Then what were the followers of Sufi movement? സൂഫി മൂവ്മെന്റ് ഫോളോവേഴ്സിനെ എന്താണ് നമ്മൾ വിളിച്ചത്? മുറിദ് എന്നാണ് വിളിച്ചത്. മുറിദ് എന്നാണ് വിളിച്ചത്. Then സൂഫികൾ താമസിച്ചിരുന്ന സാമൂഹിക കേന്ദ്രങ്ങളെ സൂചിപ്പിച്ച പദം ഏതാണ്? സാമൂഹിക കേന്ദ്രങ്ങളെ കാൻകാസ് എന്നാണ് നമ്മൾ വിളിച്ചത്. എന്താണ് വിളിച്ചത്? കാൻകാസ് എന്നാണ് വിളിച്ചത്. അവരുടെ സംഗീതത്തെ എന്താണ് നമ്മൾ വിളിച്ചത്? കാവാലിസ് എന്നാണ് വിളിച്ചത്. ഓക്കെ, അവരുടെ സംഗീതത്തെ ഡിവോഷണൽ സോങ്സ്, കാവാലിസ് എന്ന് പറയുന്നതായിരുന്നു അവരുടെ ഡിവോഷണൽ സോങ്സ്. ഓക്കെ, സൂഫിസത്തിന്റെ പശ്ചാത്തലത്തിൽ കാവാലിസ് എന്താണെന്ന് ചോദിച്ചാൽ ഭക്തി ഗാനങ്ങളാണ്. ഓക്കെ, സെറ്റാണല്ലോ. യെസ്, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ള ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഫ്ലോ ചാർട്ടിലൂടെ ഈ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ ഫ്ലോ ചാർട്ട് എടുത്ത് നിങ്ങൾ നോക്കുക. ഓക്കെ, ഫൈൻ, ഈ ഫ്ലോ ചാർട്ട് എടുത്ത് നോക്കുക. ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട് എന്ന കാര്യം എൻഷുർ ചെയ്യുക. ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം കൃത്യമായിട്ട് പഠിച്ചിട്ട് എക്സാമിന് പോകാവുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.